ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി BA എക്കണോമിക്സ് ഓണേഴ്സ് മേജർ ആസ് വെൽ എസ് മൈനർ പഠിക്കുന്ന കുട്ടികളുടെ എസെൻഷ്യൽസ് ഓഫ് ഇക്കണോമിക്സ് 2 എന്ന കോഴ്സിലെ ഏതാനും ചില ടോപ്പിക്സ് ആണ്. സോ ദി കണ്ടൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മൊഡ്യൂൾ 2ൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻസ് വരുന്നത് ദി എക്കണോമിക്സ് ഓഫ് ചാരിറ്റി ആൻഡ് ഫെയർനെസ്, economics of revenge and trust, how others influence our decisions, where do our preferences come from, the economics of peer effects, following the crowd or herding, cooperation, negotiation, conflicts of interest and social norms തുടങ്ങിയവയാണ്. ഇതിൽ ദി എക്കണോമിക്സ് ഓഫ് റിവെഞ്ച് ആൻഡ് ട്രസ്റ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായി തന്നെ എന്താണ് എക്കണോമിക് ഡിസിഷൻസിൽ ട്രസ്റ്റിൻ്റെ, വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, എക്കണോമിക്സ് ഓഫ് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിക്കുന്നത് തന്നെ എങ്ങനെയാണ് വിശ്വാസം, ഒരാളിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള വിശ്വാസം നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്കണോമിക്സ് ഓഫ് ട്രസ്റ്റ്. എക്കണോമിസ്റ്റുകൾ വിശ്വസിക്കുന്നത് ട്രസ്റ്റ് ഒരു സൊസൈറ്റിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കണോമിക് ഗ്രോത്ത് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ, ഇന്നൊവേഷൻസ്, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന്, ഓൺടർപ്രണർഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഇക്കോണമിയിൽ ട്രസ്റ്റ് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ നമ്മൾ ഒരു മാർക്കറ്റിൽ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നതും മറ്റ് പല ട്രാൻസാക്ഷൻസ് ഒരു ഇക്കോണമിയിൽ നടക്കുന്നത് വിശ്വാസത്തിൻ്റെ പുറത്താണ്. അത്തരത്തിലുള്ളൊരു വിശ്വാസം ഇക്കോണമിയിൽ സാധ്യമാക്കി തരുന്നത് അൺസർട്ടനിറ്റി കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിനും ട്രസ്റ്റ് സഹായിക്കുന്നുണ്ട്. മാർക്കറ്റ്സിൽ ഏതൊക്കെ മാർക്കറ്റിലാണോ നല്ല ഹൈ ലെവൽ ട്രസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർ കൂടുതൽ എഫിഷ്യൻ്റായിട്ട്, ഇൻഡിവിജ്വൽസ് കൂടുതൽ പരസ്പരം കോഓപ്പറേറ്റീവായിട്ട് ഫെയർ ആയിട്ടുള്ളൊരു ട്രേഡ് നടക്കുമെന്നാണ് എക്സാമ്പിൾസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി നിലനിർത്തുന്നതിനും എഫിഷ്യൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊക്കെ ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Trust can be built through reputation, repeated interactions and institutions like legal frameworks. അതായത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് സിറ്റുവേഷനിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്യൂട്ടേഷൻ വഴി. റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് കുറേ കാലയളവിൽ ഒരു ഫേം വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് അവർക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻസ്, പലതവണ ഉള്ള ഇൻട്രാക്ഷൻസ് മൂലം. അതുപോലെ തന്നെ ട്രസ്റ്റ് നിലനിർത്തുന്നതിന് വേണ്ടി ലീഗൽ ഫ്രെയിംവർക്ക്സ് പോലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്സിസ്റ്റിംഗ് ആണ്. അത്തരത്തിൽ എക്കണോമിക് ഡിസിഷൻസിനെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എടുക്കുന്ന എല്ലാ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങളെയും വിശ്വാസം എന്നൊരു ഘടകം വലിയ തോതിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി എങ്ങനെയൊക്കെയാണ് ട്രസ്റ്റ് ഇക്കോണമി അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും 5 രീതിയിലാണ് ട്രസ്റ്റ് ഇക്കോണമിയെ എഫക്റ്റ് ചെയ്യുന്നത്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ ട്രസ്റ്റ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ട്രസ്റ്റ് എങ്ങനെയാണ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രസ്റ്റ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അതുപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ, ട്രസ്റ്റ് ആൻഡ് ട്രേഡ് ആൻഡ് ട്രസ്റ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ആദ്യം തന്നെ ട്രസ്റ്റ് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. പരസ്പരം ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരസ്പരം ആൾക്കാർക്കിടയിൽ വിശ്വാസ്യത കൂടുതലാണെങ്കിൽ അവരൊക്കെ കൂടുതൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. അത് എക്കണോമിക് ഗ്രോത്തിലേക്ക് നയിക്കും. അങ്ങനെയാണ് ട്രസ്റ്റ് ഇക്കണോമിക് ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മൾ പറയുന്നത്. അതായത് പീപ്പിൾ ഹു ട്രസ്റ്റ് ഈച്ച് അതർ ആർ മോർ ലൈക്ലി ടു കൊളാബറേറ്റ് വിച്ച് ക്യാൻ ലീഡ് ടു ഇക്കണോമിക് ഗ്രോത്ത്. ഇനി ട്രസ്റ്റ് എങ്ങനെ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ട്രസ്റ്റ് ഉണ്ടെങ്കിലാണ് ആൾക്കാർക്കിടയിൽ കച്ചവടം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, ട്രേഡിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് ഫെസിലിറ്റേറ്റ്സ് ട്രേഡ് ആൻഡ് എൻകറേജസ് ആക്ടിവിറ്റി ദാറ്റ് ആഡ്സ് ഇക്കണോമിക് വാല്യൂ. നെക്സ്റ്റ് പോയിന്റ് ഇസ് ട്രസ്റ്റ് ആൻഡ് ഇന്നൊവേഷൻ. ട്രസ്റ്റ് എങ്ങനെ പുതിയ പുതിയ ഇന്നൊവേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു? തീർച്ചയായിട്ടും വിശ്വാസമുള്ള ഒരു ഇക്കോണമിയിൽ നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലേക്ക് ഉള്ളൊരു യാത്ര വളരെ ഫാസ്റ്റ് ആയിരിക്കും. Trust can lead to innovation, which can help countries specialize in complex industries and experience faster growth. Last one is trust and employment.
നമ്മൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫേം ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ ഈ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള വിശ്വാസം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥകൾ എന്ന് പറയുമ്പോൾ പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും, അതുപോലെ തന്നെ പ്രതീക്ഷിച്ച അത്രയും ശമ്പളം കിട്ടില്ല, അതിനനുസരിച്ച് പ്രോഫിറ്റ് കുറവായിരിക്കും. അങ്ങനെ പല നെഗറ്റീവ് സൈഡും ട്രസ്റ്റ് ഇല്ലാത്തതിന് വരാറുണ്ട്. സോ ട്രസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എംപ്ലോയ്മെൻറ്റ്. എ ലാക്ക് ഓഫ് ട്രസ്റ്റ് ക്യാൻ ലീഡ് ടു ലോവർ വേജസ്, profits and employment. So these are the major heads on which trust affects the economy. So എന്താണ് ട്രസ്റ്റിൻ്റെ ഒരു റോളെന്നും അതുപോലെ തന്നെ ട്രസ്റ്റ് എങ്ങനെയാണ് ഇക്കോണമി എഫക്റ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ട്രസ്റ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. രണ്ടായിട്ട് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇൻ്റർപേഴ്സണൽ ട്രസ്റ്റും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ഇൻട്രാക്ഷനും. ഇൻ്റർപേഴ്സണൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഇക്കോണമിയിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ മേൽ നമുക്കുള്ള കോൺഫിഡൻസ്, ഗവൺമെൻറ്റിൻ്റെ മേലുള്ള വിശ്വാസം, മാർക്കറ്റിൻ്റെ മേൽ, ക്രെഡിറ്റേഴ്സിൻ്റെ മേലൊക്കെയുള്ള വിശ്വാസം, അതിനെയാണ് ഇൻ്റർപേഴ്സണൽ ട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ എല്ലാ ഇക്കണോമിക് ഡിസിഷൻസിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് അതും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റപ്പുമായിട്ടുണ്ടാകുന്ന റിപ്പീറ്റഡ് ഇൻട്രാക്ഷൻസ് ആണ് അവരുടെ മേലുള്ള വിശ്വാസം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദി റോൾ ഓഫ് ട്രസ്റ്റ് ഇൻ ഇക്കണോമിക് ഡിസിഷൻസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. താങ്ക് യു.